കെ അനിൽകുമാർ CPIM നേതാവ്, സംസ്ഥാന കമ്മിറ്റി അംഗം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അനിൽകുമാർ, PM ശ്രീ പദ്ധതിയെക്കുറിച്ചുള്ള എതിർപ്പ് CPI പരസ്യമായി ഖണ്ഡിതമായി പറഞ്ഞതാണ്. CPIMന്റെ ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞത് മുന്നണിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കും. PM ശ്രീ നടപ്പാക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ നടപ്പാക്കേണ്ട എന്നായിരുന്നു ആദ്യ തീരുമാനം മുന്നണിയുടേത്. ആ തീരുമാനം മാറ്റേണ്ടതുണ്ടോ എന്ന് മുന്നണി ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഈ കാര്യത്തിൽ CPI അവഗണിക്കില്ല. ഇത് MA ബേബിയുടെ വാചകങ്ങളാണ്. പക്ഷേ ഒരു ചർച്ചയുമില്ലാതെ, CPIയുമായി ഉഭയകക്ഷി ചർച്ചയോ മുന്നണി ചർച്ചയോ ഒന്നുമില്ലാതെ PM ശ്രീ ഒപ്പിട്ടിരിക്കുന്നു. LDFിലെ രണ്ടാമത്തെ ഘടകകക്ഷിയെ ഇങ്ങനെ അവമതിക്കണമായിരുന്നോ? ഒരിക്കലുമില്ല. ഇത് ഏതെങ്കിലും തരത്തിൽ CPIM CPI തർക്കമായി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു വിഷയമല്ല. CPIയുമായും ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ എല്ലാ ഘടകകക്ഷികളുമായും ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ പൂർത്തീകരിക്കുന്ന അന്തസ്സായി മുന്നോട്ട് പോകുന്നതിന് ആവശ്യമായ ധാർമ്മിക ധീരത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്, CPIMനുണ്ട്. രഹസ്യമായ ഒരു കാര്യങ്ങളും ആരെയും ഒളിച്ച് കടത്തുക എന്നത് CPIMന്റെ നയമല്ല. ഈ സർക്കാർ അത് ചെയ്തിട്ടുമില്ല. നമ്മുടെ രാജ്യത്ത് കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികൾ ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട്. അല്ല, നമുക്ക് ആ പദ്ധതികളുടെ ഡിസ്കഷനിലേക്ക് പോകാം. അനിൽകുമാർ, എന്റെ ചോദ്യം, CPI ഒരു എതിർപ്പ് പറയുമ്പോൾ അവരോടൊന്ന് സംസാരിക്കണ്ടേ? ഒരു ഉഭയകക്ഷി ചർച്ചയോ LDFിനകത്തെ ഒരു ചർച്ചയോ ആവശ്യമില്ല എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ചോദ്യം. അതെ, അതിന് ഉത്തരമാണ് പറയുന്നത്. ഇന്ന് നമ്മുടെ രാജ്യത്തെ കേന്ദ്ര സർക്കാർ വിവിധ വകുപ്പുകൾ പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. ആയുഷ്മാൻ ഭാരത് അടക്കമുള്ള ഓരോ പദ്ധതികളും നടപ്പാക്കുമ്പോൾ മുന്നണിയിൽ പ്രത്യേകം ഓരോ പദ്ധതിയെക്കുറിച്ചും ചർച്ച ചെയ്യാറില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതു നയത്തിൽ നിന്നുകൊണ്ട് കേന്ദ്ര സർക്കാരുമായി എൻഗേജ് ചെയ്യുക എന്നതാണ് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന് ഉണ്ടായിട്ടുള്ള ഏറ്റവും മറ്റ് കേന്ദ്രാവിഷ്കൃത പദ്ധതികളെ പോലെ അല്ല ഈ പദ്ധതി. ഈ പദ്ധതിയെക്കുറിച്ചുള്ള സ്പെസിഫിക് ആയ എതിർപ്പ് CPIMന്റെയും CPIയുടെയും ദേശീയ നേതൃത്വങ്ങൾക്കുണ്ട്. CPIയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ സ്പെസിഫിക് ആയ എതിർപ്പ് പരസ്യമായി ഉന്നയിക്കുന്നു. മന്ത്രി K രാജൻ മന്ത്രിസഭയിൽ ഉന്നയിക്കുന്നു. മുഖ്യമന്ത്രിയോട് പേഴ്സണലായി സംസാരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലും ചർച്ചയില്ലാതെ ഒരു വകുപ്പിന്റെ വിവേചനാധികാരത്തിന് വിടാൻ പറ്റുമോ ഈ വിഷയത്തെ? അതെ, അതിനെക്കുറിച്ച് പറയാനുള്ളൊരു കാര്യം, PM ശ്രീ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ മാത്രമായി കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ മേഖലയിലെ കാവൽവൽക്കരണം പരിമിതപ്പെടുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ സർവകലാശാലകളുടെ കീഴടക്കാനുള്ള അവരുടെ നയപരിപാടികൾ നോക്കുമ്പോൾ അതിനേക്കാൾ എത്രത്തോളം PM ശ്രീയേക്കാൾ എത്രത്തോളം മാരകമാണ് സർവകലാശാലകളിലെ കാവൽവൽക്കരണ നീക്കം. അതിനെതിരായ ഒരു പോരാട്ടത്തിന് ഇടതുപക്ഷം കേരളത്തിൽ നേതൃത്വം കൊടുക്കുന്നു. അത് എവിടെ വരെ എത്തിയിരിക്കുന്നു? അത് ഗവർണർമാര് അവര് സർവകലാശാലകളുടെ നിയമവുമായി ബന്ധപ്പെട്ട് അംഗീകാരം തരാതിരിക്കുക, പ്രസിഡന്റ് നയിക്കുക തുടങ്ങിയ നടപടികളിലാണ് നിൽക്കുന്നത്. ഈ ഘട്ടത്തിലൊന്നും ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കാൻ, ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കാൻ കേരളത്തിലെ മാധ്യമങ്ങളിൽ ഭൂരിപക്ഷവും കേരളത്തിലെ വലതുപക്ഷവും തയ്യാറായിട്ടില്ല. കാവൽക്കരണ കാര്യത്തിൽ RSSനൊപ്പമോ മോദിക്കൊപ്പമാണ് കേരളത്തിലെ ഒരു കൂട്ടം ആളുകൾ നിൽക്കുന്നത്. പക്ഷെ ഞങ്ങൾ അതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. അല്ല, അതെങ്ങനെ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല എന്ന് പറയാൻ കഴിയും ശ്രീ അനിൽകുമാർ? ഒന്ന്, പീപ്പിൾസ് ഡെമോക്രസി തന്നെ NEPയെ കുറിച്ചും PM ശ്രീയെ കുറിച്ചും പറഞ്ഞത് കമേഴ്സ്യലൈസേഷൻ, കമ്മ്യൂണലൈസേഷൻ, സെൻട്രലൈസേഷൻ എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തെ കേന്ദ്രീകരിക്കാനും വർഗീയവൽക്കരിക്കാനും വ്യാപാരവൽക്കരിക്കാനും ഉള്ള പദ്ധതി എന്ന് നിങ്ങൾ രാഷ്ട്രീയമായി കാണുന്ന ഒരു പദ്ധതി ഒരു തരത്തിലുള്ള കൺസൾട്ടേഷനും ഇല്ലാതെ നടപ്പാക്കുകയും ഞങ്ങൾ സംഘപരിവാറിനെ പ്രതിരോധിക്കുകയുമാണ് എന്ന് പറയുമ്പോൾ അതിലെ വൈരുദ്ധ്യം പറയുന്ന അങ്ങേക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ല അഭിലാഷ്, അവിടെ ഒരു പ്രശ്നമുള്ളത്, കാവൽക്കരണത്തിന്റെ അജണ്ട PM ശ്രീയിൽ മാത്രമല്ല ഉള്ളത്. കാവൽക്കരണത്തിന്റെ അജണ്ട എല്ലാ രംഗത്തുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല സർവകലാശാലകളാണ്. സർവകലാശാലകളിലെ സംസ്ഥാന സർവകലാശാലകളെ കീഴ്പ്പെടുത്താനുള്ള നീക്കത്തെ ഞങ്ങൾ എങ്ങനെ എതിരിട്ടു? ഞങ്ങൾ കാട്ടി. പോരാട്ടത്തിന്റെ ആത്മാർത്ഥതയ്ക്കനുസരിച്ച് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഇവിടുത്തെ വലതുപക്ഷം എന്നൊരു പിന്തുണ നൽകുകയല്ല ചെയ്തത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അല്ല, വലതുപക്ഷം പിന്തുണയ്ക്കുകയോ പിന്തുണയ്ക്കാതിരിക്കുകയോ ചെയ്യട്ടെ. ശരി, ഇപ്പോൾ PM ശ്രീയിൽ MOU ഒപ്പിട്ടാൽ അതിലെ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? NEP ഫോളോ ചെയ്യണം ഈ ഒപ്പിട്ട സ്കൂളുകൾ. അതായത് PM ശ്രീ പദ്ധതി നടപ്പാക്കുന്ന സ്കൂളുകൾ, അതായത് ഒരു ബ്ലോക്കിലെ 2 സ്കൂളുകൾ ഈ NEP ചട്ടക്കൂട് ഫോളോ ചെയ്യുകയാണ് സ്വാഭാവികമായിട്ടും. അപ്പോൾ സംസ്ഥാനത്തെ ഒരു വിഭാഗം സ്കൂളുകളിൽ മാത്രമായി NEP ഒതുങ്ങുമോ? അങ്ങ് പറയാൻ അനുവദിക്കുമെന്ന് ഞാൻ പറയാം. പറയൂ. അതെ, കേരള കേന്ദ്രത്തിനെതിരെ ഭരണഘടനാ കേസ് കൊടുക്കുകയും കേരളത്തിന്റെ സാമ്പത്തികം കേന്ദ്ര കീഴടക്കുന്ന കേസ് ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കും. ആ കേസിൽ ഉൾപ്പെട്ടൊരു വിഷയമാണ്. ഞങ്ങളിപ്പോൾ ഒപ്പിടാൻ നിർബന്ധിക്കപ്പെട്ടത് ആ കേസിലൊരു വിഷയമാണ്. അതിന്റെ ഭാഗമായി ആ കേസ് കൈകാര്യം ചെയ്യുന്നതോടെ ഈ കാര്യങ്ങൾ തീർപ്പാക്കപ്പെടും.
തീർപ്പാക്കപ്പെടുന്നത് വരെ കേരളം എന്ത് ചെയ്യും? ബഹുമാനപ്പെട്ട അഭിലാഷ് തന്നെ മുമ്പ് ചൂണ്ടിക്കാണിച്ചുള്ള പോലെ 2 വിദ്യാലയ ബ്ലോക്കിൽ വെച്ച് ഇനിയുള്ള ഒരു കുറഞ്ഞ കാലം ഒരു 6 മാസമാണ് ബാക്കിയുള്ളത്. ഈ 6 മാസക്കാലം കൊണ്ട് ഈ വിദ്യാലയങ്ങൾ പ്രത്യേകിച്ച് ഇക്കൊല്ലം നടക്കാൻ പോകുന്നില്ല. എന്നാൽ അതിന്റെ പേരിൽ 1500 കോടി രൂപയുടെ ഫണ്ട് തടസ്സപ്പെട്ടിരിക്കുന്നത് ഈ സർക്കാരിന്റെ ഈ കാലഘട്ടത്തിൽ ഇതിന് മുന്നോട്ട് പോകുന്നതിന് വളരെ അനിവാര്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇപ്പോൾ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ SSAയുടെ ഫണ്ട് തടഞ്ഞു വെക്കപ്പെട്ടത് മറികടക്കുക. അതിനുശേഷം ഈ വിഷയങ്ങളടക്കം ഭരണഘടനാ ബെഞ്ചിന്റെ മുന്നിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് ഈ പോരാട്ടത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. പക്ഷേ SSAയുടെ ഫണ്ട് വാങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ ഒപ്പിട്ട MOയിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറയാൻ കഴിയില്ല. ഏറ്റവും കുറഞ്ഞത് ഈ പറഞ്ഞ സ്കൂളുകളിലെങ്കിലും PM ശ്രീ നടപ്പാക്കുന്ന സ്കൂളുകളിലെങ്കിലും NEP ചട്ടക്കൂട് അനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും വേണ്ടിവരും. ആ കാര്യം ഇപ്പൊ NEP ഈ പറഞ്ഞ PM ശ്രീയുടെ കാലാവധി 2027 വരെ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് PM ശ്രീ സ്കൂളുകൾ 2027 ശേഷം ബാക്കി പഴയ നിലയിലേക്ക് മടങ്ങി വരാൻ പറ്റില്ലല്ലോ. അല്ല, അപ്പൊ PSC സ്കൂളുകൾ കുട്ടികൾ ഉണ്ടാവണോ വേണ്ടോ എന്നുള്ളത് കേരളത്തിലല്ല തീരുമാനിക്കുന്നത്. അവിടെ ആരാ പോകുന്നത്? PMC സ്കൂൾ എന്ന് പറയുന്നത് അവരുടെ ഒരു ബോർഡും വെച്ചുകൊണ്ടിരിക്കുന്ന അല്ലല്ലോ. നമുക്കിതിനോടൊക്കെ എൻഗേജ് ചെയ്തതിനെ പരാജയപ്പെടുത്താനുള്ള വഴികൾ വേറെ ഉണ്ടെന്നേ. അതിന്റെ എല്ലാ തന്ത്രങ്ങളും അടവുകളും ഒന്നും ഇപ്പൊ പറയേണ്ട കാര്യമില്ല. ഈ PMC പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ പദ്ധതി നടപ്പാക്കണമെന്നില്ലാതെ അവിടെ കുട്ടികൾ വേണമെന്നാണ് 3 പിള്ളേരെ കൊണ്ടുവരുമോ? ഇന്ത്യ രാജ്യത്തെ ഗവൺമെന്റ് പിള്ളേരെ കൊണ്ട് പഠിപ്പിക്കുമോ? അവിടെ സ്കൂളുണ്ടായിരിക്കും, ആര് പഠിക്കുന്നൊക്കെ കാണാം. ഇതൊക്കെ നേരിടാൻ കഴിയുന്ന കരുത്തുള്ള ഒരു ഇടതുപക്ഷത്തിന്റെ തുടർഭരണം തടയാനുള്ള ഒരു തന്ത്രമാണ് കേന്ദ്രം എടുത്തിരിക്കുന്നത്. ഞങ്ങൾ തൽക്കാലം അതിന് കീഴ്പ്പെടുന്നില്ല എന്ന് തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുകയാണ്. കേരളത്തിലെ LDF സർക്കാരിന്റെ അവസാനത്തെ 6 മാസക്കാലം അവിടെ ഉച്ചക്കഞ്ഞ് മുടങ്ങി, അവിടെ ഇത് മുടങ്ങി, സാറന്മാർക്ക് ശമ്പളം കിട്ടിയില്ല എന്ന് പറഞ്ഞ് മറിയക്കുട്ടിമാരെ ചട്ടിയായിട്ട് ഹെഡ്മാസ്റ്റർമാരെ ഇറക്കാനുള്ളൊരു തന്ത്രമുണ്ട്. ഈ തന്ത്രത്തിന് കീഴ്പ്പെട്ടാൽ സൗകര്യപ്പെടില്ല എന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നിലപാടെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് CPIക്ക് കൂടി ബോധ്യപ്പെടേണ്ടതല്ലേ? ഈ 1486 കോടി രൂപ കിട്ടിയില്ലെങ്കിൽ അധ്യാപകരുടെ ശമ്പളം മുടങ്ങും, അതല്ലെങ്കിൽ ഈ SSA പദ്ധതി തന്നെ പ്രതിസന്ധിയിലാവും, സമരങ്ങൾ ഉണ്ടാവും, തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആദ്യം ഫണ്ട് വാങ്ങിക്കാം, ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ എന്ന് നിങ്ങളുടെ മുന്നണിയിലെ രണ്ടാമത്തെ ഘടകകക്ഷിയോട് സംസാരിച്ച് അവരെ ബോധ്യപ്പെടുത്തണ്ടായിരുന്നോ? അല്ല, അവിടെ പ്രശ്നമല്ല. PMCയുടെ ഫണ്ടിനോടുള്ള മോഹമല്ല ഈ ഒപ്പിടിയിലിന് കാരണം. യഥാർത്ഥത്തിൽ PMCയുമായിട്ട് ബന്ധമില്ലാത്ത ഫണ്ട് തടയുന്ന പ്രശ്നമാണ്. അത് ഉചിതമായൊരു നിയമ നടപടിയുടെ ഭാഗമാണ്. ആ കേസിന് തീരുമാനമാകാൻ സുപ്രീം കോടതി എടുത്തിരുന്നെങ്കിൽ ഇപ്പൊ ഈ ഗതികേട് വരില്ലായിരുന്നു. അപ്പൊ സുപ്രീം കോടതി ആ കേസ് എടുക്കുമ്പോൾ അവരെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കും. അങ്ങനെ പറയിപ്പിക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകും. ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിന് ഈ യുദ്ധം തുടരാൻ വേണ്ടിയാണ് യുദ്ധം തുടരുമെന്നാണ് CPM സംസ്ഥാന കമ്മിറ്റി അംഗം ഷാനിൽകുമാർ പറയുന്നത്. നന്ദി ഷാനിൽകുമാർ.